ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെ 4 പ്രതികളുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം അടക്കമുള്ള 8 പേരുടെ ജാമ്യാപേക്ഷ നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചന കേസിലെ പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെ 4 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. നേരത്തെ ഈ മാസം 12-ന് കേസ് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നേരത്തെ ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെ കേസിലെ 8 പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. കേസിൽ വളരെ കൃത്യമായി ഈ പ്രതികൾ അതിന്റെ ഗൂഢാലോചനയിലും കലാപം ആളിക്കത്തിക്കുന്നതിനും ഈ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിനും ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വ്യക്തമാണെന്നും അതിന്റെ തെളിവുകളും അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും വിചാരണ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേസിൽ ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന വാദമായിരുന്നു ഡൽഹി ഹൈക്കോടതി ഡൽഹി പോലീസ് ഉന്നയിച്ചത്. ആ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഷർജീൽ ഇമാമിന്റെയും ഉമർ ഖാലിദിന്റെയും ഉൾപ്പെടെ 8 പേരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയത്. കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ വാദങ്ങൾ, നേരത്തെ ഹൈക്കോടതിയിൽ ഉന്നയിക്കാത്ത വാദങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കൂടാതെ 2020 മുതൽ ഈ പ്രതികൾ ജയിലിൽ തുടരുകയാണ്. വിചാരണ കോടതിയിൽ അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു. ആ ഘട്ടത്തിൽ ജാമ്യം നൽകാനുള്ള അവസരം സാധ്യത കുറവാണ് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ഉന്നയിക്കാതെ മറ്റേതെങ്കിലും വാദങ്ങൾ, പുതിയ വാദങ്ങൾ കോടതിക്ക് മുൻപിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ മാത്രം അതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. 2020 അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതി അത് രാജ്യത്തെ മുസ്ലിമുകൾക്കെതിരാണെന്നും മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപത്തിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി വടക്കു കിഴക്കൻ ഡൽഹിയിൽ ഷഹീൻ ബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമരം ആരംഭിക്കുകയും ആ പ്രക്ഷോഭത്തെ ഒരു കലാപമാക്കി മാറ്റുന്നതിന് ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവർ ആ സമരവേദികൾക്ക് പുറത്തും സർവകലാശാലകളിലും തീവ്രത നിറഞ്ഞ അല്ലെങ്കിൽ ഈ സമരം ഒരു കലാപമായി മാറ്റുന്നതിനുള്ള ആഹ്വാനം നടത്തി. ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ രാജ്യത്തു നിന്ന്, ഇന്ത്യയിൽ നിന്ന് മുഴുവൻ മുസ്ലിമുകളും പുറത്തു പോകേണ്ടി വരുമെന്ന പ്രചാരണം പോലും ഈ കൂട്ടർ നടത്തി. തുടർന്നാണ് വലിയൊരു കലാപത്തിലേക്ക്, രക്തരൂക്ഷിതമായ കലാപത്തിലേക്ക് വടക്കിഴക്കൻ ഡൽഹി പോയത്. അവിടെ 48 മണിക്കൂറിലധികം നീണ്ടുനിന്ന കലാപത്തിൽ 53-ലധികം പേർ മരിക്കുകയുണ്ടായി. 100 കണക്കിന് ആളുകൾ ആ പ്രദേശം വിട്ട് ആ സമയത്ത് പലായനം ചെയ്തു. 300-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ഒരു IB ഉദ്യോഗസ്ഥൻ അതിക്രൂരമായാണ് കൊല്ലപ്പെട്ടത്. അത്തരത്തിലൊരു കലാപത്തിലേക്ക് ആ മേഖലയെ നയിച്ചത് ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവരുടെ തീവ്ര പ്രസംഗങ്ങളും വ്യാജ പ്രചാരണങ്ങളുമാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള അഫ്ഗാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് മതപരമായിട്ടുള്ള വിവേചനവും ക്രൂരതയും നേരിട്ടുകൊണ്ട് രാജ്യത്തേക്ക് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള ഭേദഗതികളിൽ ചില ഇളവ് വരുത്തുകയും ആ നിയമം ഏകീകരിക്കുകയും ചെയ്തതാണ്. അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് രാജ്യത്തിനകത്തുള്ള ഭാരതാംബയുടെ മക്കളായിട്ടുള്ള മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടായിരുന്നു ഒരു വലിയ കലാപത്തിന്, അത്തരത്തിലൊരു വ്യാജ പ്രചാരണത്തിന്റെ പേരിൽ നടന്ന കലാപത്തിന്റെ ഗൂഢാലോചന കേസിലാണ് ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെയുള്ള പ്രതികളെ 2020 സെപ്റ്റംബറിൽ ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെയുള്ള തെളിവുകൾ വിചാരണ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നേരത്തെ ഡൽഹി ഹൈക്കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷ എത്തിയിരിക്കുകയാണ്. ഈ മാസം 12-ന് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇന്നത്തേക്ക് പരിഗണിക്കാനായി മാറ്റിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.